Hi everyone, welcome to Me&Company. എൻ്റെ പേര് ഐശ്വര്യ ചുള്ളി. ഞാൻ റോത്തക്കിന്ന് MBA കഴിഞ്ഞതാണ്. 2020-22 ബാച്ചായിരുന്നു. ഇപ്പോൾ ആമസോണിൽ വെണ്ടർ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബി സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം 2 കൊല്ലം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. 4 ടോപ്പിക്സ് ആയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് CV ബിൽഡിംഗ്. CV ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ MBA ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഒരു CV കണ്ടാൽ ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് റിക്രൂട്ടർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നോക്കുകയില്ല CVയിലേക്ക്. കാരണം അത്രയും കറക്ഷൻസും അത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു CV ആയിരിക്കും ആദ്യത്തെ CV എന്ന് പറയുമ്പോൾ. അപ്പം എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ആദ്യം ഒന്നും എഴുതാണ്ടാവില്ല നമ്മുടെ CVയിൽ. അതിൽ എത്രയോ ഇറ്ററേഷൻസ് കഴിഞ്ഞ് അവസാനം ഒരു കാച്ചി കുറുക്കിയ ഒരു CV ആയിരിക്കും നമ്മുടെ ഫൈനൽ ഇയർ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ CV കണ്ടിട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല പോയിന്റ്സ് ഒന്നും എഴുതാനില്ല എന്ന് പറഞ്ഞിട്ട് കഴിയേണ്ട ആവശ്യമില്ല. അതെല്ലാവരുടെയും CV അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രൂഫ്സ് കളക്ട് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ CVയിൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതുന്നോ ഇതിനൊക്കെ പ്രൂഫ്സിൻ്റെ ആവശ്യമുണ്ട്, അതായത് സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തോ ഡിഗ്രിയുടെ സമയത്ത്, അതുകൂടാതെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോമ്പറ്റീഷൻസ്, അതിനൊക്കെ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അവരോട് പറയുക എനിക്ക് അങ്ങനെ പ്രൂഫ്സിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഞാനിങ്ങനെ MBAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ CVയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ പോയിന്റ്സിനും എനിക്ക് സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അതൊന്ന് പ്രൊവൈഡ് ചെയ്യണമെന്ന് നിങ്ങൾ മുൻകൂട്ടി ഈ സമയത്ത് പറഞ്ഞു വയ്ക്കാം. ഇനി കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. CV ബിൽഡിങ്ങിന് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ സെല്ല് ചിലപ്പോൾ ഉണ്ടായിരിക്കും. പ്ലേസ്മെൻറ്റ് സെല്ല് കൂടാതെയാണിത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു PPC എന്ന് പറയും. അവർ 1-on-1 സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആദ്യം നിങ്ങളുടെ പിയേഴ്സ് ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, CV കറക്റ്റ് ചെയ്യാനും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക അതൊക്കെ അവർ പറഞ്ഞുതരും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സീനിയേഴ്സിനെയായിട്ട് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സീനിയേഴ്സ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇൻട്രോവേർട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് പറയാം, അതായത് എനിക്ക് 1-on-1 സെഷൻസ് വേണം, ഗ്രൂപ്പായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളത് പറയാം. എന്നിട്ട് അവരായിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരേതൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ CV ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. CV ബിൽഡിങ്ങിന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാം. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ അത് പറയാം. കാരണം എങ്ങനെയൊക്കെയാണ് CV ബിൽഡ് ചെയ്യുക, പോയിന്റ്സ് എങ്ങനെയൊക്കെ നല്ലതാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാം. സോ CV ബിൽഡിങ്ങിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം കളക്ട് പ്രൂഫ്സ്. പിന്നീട് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം ഒന്ന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ സെൽ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സീനിയേഴ്സിനായിട്ട് റീച്ച് ഔട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ CV ദ ബെസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഫോക്കസിങ് ഓൺ അക്കാഡമിക്സ്. MBAയിൽ ഒരു വൈറ്റൽ പാർട്ടാണ്. ഇത് പറയുന്നൊരു കാരണം എന്ന് വെച്ചാൽ ചില കമ്പനീസ് പ്ലേസ്മെന്റിന് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇത്ര CGPA വേണം, അല്ലെങ്കിൽ ഇത്ര % മാർക്സ് ഉള്ളവരെ ഞങ്ങളുടെ കമ്പനീസിലേക്ക് പ്രിഫർ ചെയ്യുമെന്ന് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് ലോ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആ കമ്പനീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അക്കാഡമിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ MBA. നിങ്ങളുടെ +1 +2 അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന പോലെയല്ല MBAയുടെ ക്ലാസ്സസ്. കാരണം അവിടെ സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ തിയറി പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവം MBA ക്ലാസ് റൂംസിൽ തീരെയില്ല. ഡിബേറ്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ഡ്രിവൺ ആണ് എല്ലാ ക്ലാസ്സസും. അതുകൊണ്ട് തന്നെ തലേന്ന് പോകുമ്പോൾ നിങ്ങൾ കേസ് സ്റ്റഡീസ് വായിച്ചുകൊണ്ട് പോകണം. ഒരു കേസ് സ്റ്റഡി ചിലപ്പോൾ ഒരു 30-40 പേജസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് സൈറ്റിൽ കിട്ടും. അപ്പോൾ അതും കൂടെ വായിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും പോകാൻ. ഇതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റൂ. MBAയിൽ നല്ലോണം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചീറ്റ് കോഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങിച്ചു വയ്ക്കുക. അതായത് അവർക്ക് ഓൾറെഡി അവരുടെ കയ്യിൽ കുറച്ച് നോട്ട്സ് സ്റ്റോക്ക് ഉണ്ടാവും. അവരുടെ സീനിയേഴ്സ് അതിൻ്റെ മുമ്പത്തെ സീനിയേഴ്സൊക്കെ കൊടുത്ത നോട്ട്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ തലേന്ന് ഈ വലിയ ബുക്സ് വായിച്ചു പോകുന്ന പരിപാടി MBAക്ക് നടക്കുകയില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ടി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. ഇത് എക്സാമിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചില സീനിയേഴ്സ്, അതായത് പ്ലേസ്മെൻറ്റ് കമ്മിറ്റി, അക്കാഡമിക് സെൽ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ സെൽ, സ്റ്റുഡൻറ്റ് കൗൺസിൽ, ഇതിലൊക്കെ ഉള്ള സീനിയേഴ്സ് നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ സമയത്ത് ഇത് പറയാൻ പാടില്ലാത്തതാണ്, ഇൻസൈഡർ സീക്രട്ടാണ്, ഈ ക്ലബ്ബിൽ അല്ലെങ്കിൽ ഈ കമ്മിറ്റീസിലൊക്കെ ഉള്ള കുട്ടികൾക്ക്
കുറച്ചും കൂടെ സീനിയേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് കുറച്ചും കൂടെ മാർക്സ് കിട്ടും നമ്മളെക്കാളും. ഇത് അൺഫെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതാണ് അവിടെ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. ക്ലാസ്സിൽ എല്ലാവർക്കും അവർ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുമെങ്കിലും ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതായത് ആരും അധികം ഫോക്കസ് ചെയ്യാത്ത കുറച്ച് ടോപ്പിക്സ് അവർക്ക് ആദ്യം നേരത്തെ കിട്ടും സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ അവരത് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നമ്മളെക്കാളും കൂടുതൽ മാർക്സ് വാങ്ങിക്കും. ഇത് ഉള്ളൊരു സത്യമാണ്, അധികം ആരും പറയാറില്ല, പക്ഷെ ഇതൊക്കെ ഞാനും കണ്ടതാണ്. ഇങ്ങനെയൊക്കെ കോളേജസിൽ നടക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹോൾഡ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നോളജ് ഇൻ ഡെപ്ത് ഉള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവും. അത് ഏതാണെന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് നോക്കി വെച്ച് പോവുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് എക്കണോമിക് സബ്ജക്ട്സ്. കാരണം ഞാൻ UPSCയുടെ സമയത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടും ആ സബ്ജക്ട്സ്, അതേപോലെ റൂറൽ മാർക്കറ്റിംഗ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു എൻ്റെ ഏരിയ. അപ്പോൾ ഈ ടോപ്പിക്സിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല മാർക്സ് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ നേരത്തെ കുറച്ച് അറിവുള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ കൂടുതൽ മാർക്സ് വാങ്ങിക്കാൻ നോക്കുക. അങ്ങനെ വാങ്ങിച്ചാലുള്ള ഗുണം ബാക്കി വീക്കർ സബ്ജക്ട്സിൽ വരുമ്പോൾ ഈ രണ്ട് സ്ട്രോങ്ങും വീക്കും കൂടെ ടാലി ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് CGPA വാങ്ങിക്കാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ MBA ജേർണി. നെറ്റ്വർക്കിംഗ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ സീനിയേഴ്സിനായിട്ട് കുറച്ചും കൂടെ ഒരു റിലേഷൻഷിപ്പ് വെക്കുക, അവരായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവുക. ഇപ്പോൾ ഞാനൊന്നും ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെയൊക്കെ ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻട്രോവേർട്സ് ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ബുദ്ധിമുട്ട്. ബട്ട് സ്റ്റിൽ ട്രൈ ഹാർഡ് ഫ്രം യുവർ എൻഡ്. ഇതൊന്നും അല്ലെങ്കിൽ ഇനി ഈ പ്ലേസ്മെൻറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കൗൺസിൽ ഇതിലൊക്കെ ഉള്ള കുട്ടികളായിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആവുക. അപ്പോൾ അവരുടെ നിന്ന് അങ്ങനെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നിന്ന് എടുക്കാം. സോ ഇതാണ് വേറൊരു ചീറ്റ് കോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് പോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ക്ലാസ് പാർട്ടിസിപ്പേഷൻ മാർക്സ്. ഈ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് MBA ക്ലാസ് റൂം ഇസ് ഡിസ്കഷൻസ് ഡ്രിവൺ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പോയിന്റ്സ് പറയുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് അലോട്ട് ചെയ്യും. ഞങ്ങളുടെ സമയത്ത് ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒബ്സർവേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ പറയുന്നോ, എത്ര തവണ ഞങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ട്, അതൊക്കെ അവർ നോട്ട് ചെയ്തിട്ട് അതിനൊരു നമുക്കൊരു മാർക്സ് അലോട്ട് ചെയ്യുന്നു. നിങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സസിലും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ കേസ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ കേസ് മെറ്റീരിയൽസ് ഒക്കെ മുമ്പേ വായിച്ചിട്ട് നിങ്ങൾ പോവുക. അങ്ങനെ ചെയ്താന്ന് വെച്ചാൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ക്വിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എടുത്ത ടോപ്പിക്സ് മൊത്തം അതിൽ നിന്നൊക്കെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് റിട്ടേൺ ആയിരുന്നു, ഞങ്ങളുടെ സമയത്ത് അതുകൊണ്ട് ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇങ്ങനെ ക്വിസ് ഉണ്ടാവും, അതിനൊക്കെ മാർക്സ് ഫൈനൽ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് MBAയുടെ വേറെ അക്കാഡമിക്സിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. തേർഡ് ടോപ്പിക്കാണ് ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ്. യൂഷ്വലി MBA കോളേജസിൽ 2 ടൈപ്പ് ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യണതും, ഒന്നെന്ന് പറയുമ്പോൾ ഫൈനൽ പ്ലേസ്മെൻറ്റ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണതും. അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യണ കമ്മിറ്റീസ് ആൻഡ് ക്ലബ്സ് നിങ്ങളെ CV ബിൽഡിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അക്കാഡമിക് കമ്മിറ്റി, അതുപോലെ തന്നെ ഓരോരോ സ്പെഷ്യലൈസേഷൻസിലുള്ള ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. ഫിനാൻസ് ക്ലബ്ബ്, അതേപോലെ HR ക്ലബ്ബ്, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ ഭാഗമാവാൻ നോക്കാം. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് പ്ലേസ്മെൻറ്റ് കമ്മിറ്റി, പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ കമ്മിറ്റി, സ്റ്റുഡൻറ്റ് കൗൺസിൽ, ഇതിലൊക്കെ മെമ്പർ ആയാന്നുള്ള ഗുണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കമ്പനീസ് പ്രിഫർ ചെയ്യും നിങ്ങൾക്ക്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് കമ്മിറ്റിയിൽ മെമ്പർ ആയാൽ ഏതൊക്കെ കമ്പനീസ് വരുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റീസിൽ നിങ്ങൾ മെമ്പർ ആവാൻ നോക്കുക. കുറച്ച് ടഫാണ് ഈ കമ്മിറ്റീസ് ക്ലബ്സിലേക്കും സെലക്ഷൻ കിട്ടുക എന്നുള്ളത്. ഒരുപാട് ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ അവർ നിങ്ങളെ എടുക്കും. സോ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഈ ത്രൂ ഔട്ട് യുവർ MBA ജേർണി ഏതെങ്കിലും ഒരു ക്ലബിലോ കമ്മിറ്റിയിലോ മെമ്പർ ആവാൻ നിങ്ങൾ നോക്കുക. ഫൈനൽ ടോപ്പിക്കാണ് കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ്, അതായത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ്. കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് 2 കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 is ആസ് എ സോഴ്സ് ഓഫ് പോക്കറ്റ് മണി, 2 ആസ് എ സോഴ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. ഇത് പറയാനുള്ള കാരണം പോക്കറ്റ് മണി, അതായത് കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസ് ഓഫർ ചെയ്യുക അവരുടെ പ്രൈസ് മണി ആയിട്ട് ചിലപ്പോൾ ചെറിയ എമൗണ്ട്, അതായത് 5000, 10000, ചിലപ്പോൾ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, ഇങ്ങനെയൊക്കെ അവരുടെ പ്രൈസ് മണി ഉണ്ടാവും. അപ്പോൾ അതിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് ഇത്രയും പൈസ സമ്പാദിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ്സ് CV ഇൻക്ലൂഡ് ചെയ്യാം.
CV-യിലെ പോയിന്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് എല്ലാവരും കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ കുട്ടികൾ നോക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഫസ്റ്റ് ഇയേഴ്സിന് ചിലപ്പോൾ അലൗഡ് ആയിരിക്കില്ല കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കാരണം സീനിയേഴ്സ് ആയിരിക്കും കൂടുതലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വൺസ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഇറ്റ് ഈസ് യു ക്യാൻ ഓൾസോ അപ്ലൈ എന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങളൊരു 2 to 3 ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കുട്ടികളായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ കേസ് സ്റ്റഡി കോമ്പറ്റീഷൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ CV അതിനനുസരിച്ച് ബിൽഡ് ചെയ്യുക. അപ്പോൾ 4 ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു ദിസ് ചാനൽ. ഓൾസോ ഡു സബ്സ്ക്രൈബ്. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ ഇത്രയും ഇടുന്ന എഫേർട്ടിന് എനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തിരിച്ച് കിട്ടണം. അതുകൊണ്ട് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, ലൈക്ക്, കോമെൻറ്റ് അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ അൺടിൽ ദെൻ കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ്.